ഇതാണ് PS5, ഇതാണ് PS5 Slim എന്ന് പറയുന്നത്. ഈ ഒരു രണ്ട് മോഡലിലെയും പ്രോ മോഡൽ വരാൻ പോകണം, അതായത് PS5 Pro എന്ന് പറയുന്ന മോഡൽ. സോ ഈ ഒരു 5 Pro അല്ലെങ്കിൽ PS5 Pro എന്ന് പറയുന്ന ഈ ഒരു മോഡലിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാകും, ഈ ഒരു PS5 Pro എന്ന് പറയുന്നത് ആക്ച്വലി നമുക്ക് ജെന്യുവൻ ആയിട്ടുള്ള ഒരു മോഡലായിരിക്കും, അല്ലെങ്കിൽ ഇത് ജസ്റ്റ് റൂമറായിട്ട് അറിയുന്നതാണോ, അല്ലെങ്കിൽ മാർക്കറ്റിലേക്ക് വരുമോ എന്നുള്ളൊരു ചോദ്യം നിങ്ങൾക്ക് ഉണ്ടാവും. യെസ്, ആക്ച്വലി ഈ ഒരു മോഡലിൽ വരും എന്നതാണ് ഇപ്പം നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ആക്ച്വലി ഈ ഒരു ന്യൂസ് പുറത്തുവിട്ടിരിക്കുന്നതെന്ന് പറയുന്നത് ഈ ഒരു ഗെയിമിംഗ് കൺസോളിനെ ബേസ് ചെയ്തുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പം പുള്ളി പറഞ്ഞ മിക്ക കാര്യങ്ങളും നമുക്ക് ലോഞ്ച് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ മാർക്കറ്റിലേക്ക് വന്നിട്ടുണ്ട്. അതിന് ഉദാഹരണമായിട്ടൊരു മോഡലാണ് നമ്മുടെ PS5 Slim എന്ന് പറയുന്ന മോഡൽ. അത് മൂപ്പര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു മോഡൽ ലോഞ്ച് ചെയ്യും, അല്ലെങ്കിൽ ഇങ്ങനൊരു മോഡൽ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ആ ഒരു വ്യക്തി തന്നെയാണ് ഈ ഒരു 5 Proനെ കുറിച്ച് അല്ലെങ്കിൽ PS5 Proനെ കുറിച്ചും ഡീറ്റെയിൽസും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പുള്ളി പറഞ്ഞിട്ടുള്ള ന്യൂസും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മുടെ PS5 ഡിറ്റാച്ചബിൾ ആയിട്ടുള്ള ഡിസ്കും കാര്യങ്ങളും യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ PS5 ആ ഒരു ബ്രാൻഡഡ് ആയുള്ള ഇയർബഡ്സും കാര്യങ്ങളും വരും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് PS5 കൺട്രോളും കാര്യങ്ങളും സെപ്പറേറ്റ് ആയിട്ട് വരും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ അവരുടെ തന്നെ PS5 Pulse എന്ന് പറയുന്ന ആ ഒരു VRും കാര്യങ്ങളും വരും എന്നുള്ളതും മൂപ്പര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെല്ലാം മാർക്കറ്റിലേക്ക് ലോഞ്ച് ചെയ്യുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു മോഡലിൻ്റെ റിലീസ് ഡേറ്റും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മുടെ 2024 പകുതി നമ്മളായിരിക്കും ഈ ഒരു മോഡൽ ലോഞ്ച് ചെയ്യുള്ളൂ. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ പ്രീവിയസ് മോഡൽസിൻ്റെ ലോഞ്ച് ഡേറ്റും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഏകദേശം നമ്മുടെ 2024 ഒക്ടോബർ ആ ഒരു ടൈം പീരീഡിലായിരിക്കും ലോഞ്ച് ചെയ്യുന്നത്. ഈ ഒരു PS5 Pro വരുന്ന സമയത്ത് എന്തൊക്കെ പെർഫോമൻസ് അപ്ഗ്രേഡും കാര്യങ്ങളും ഉണ്ടെന്നുള്ളത് നമുക്കിപ്പം കുറച്ച് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതായത് ചിപ്സെറ്റ് സെയിം ആയുള്ള ഒരു ചിപ്സെറ്റ് ആയിരിക്കും വരാൻ പോകുന്നത്. അതിൽ ചേഞ്ചസ് ഒന്നും ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ വരെ നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അതായത് ഈ ഒരു മോഡലിൽ നമുക്ക് AMDയുടെ ചിപ്സെറ്റാണ് ഉള്ളത്. ഇപ്പം നമുക്ക് കറൻറ്റ്ലി ഉള്ളതെന്ന് പറയുന്നത് AMDയുടെ ചിപ്സെറ്റാണ്. അതായത് AMD Ryzen Zen 2 ചിപ്സെറ്റാണ് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷേ നമുക്കൊരു അപ്ഗ്രേഡ് ആയിട്ട് ആ AMDയുടെ ആ ഒരു Zen 4 ചിപ്സെറ്റ് വരാൻ ചാൻസ് ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത്. ഈ ഒരു Zen 2 ചിപ്സെറ്റ് തന്നെ ആയിരിക്കും ഈ ഒരു മോഡലിൽ വരാൻ പോകുന്നത്. പക്ഷേ അത് ഓവർ ക്ലോക്ക്ഡ് ആയിട്ടുള്ള ഒരു വെർഷൻ ആയിരിക്കും ഈ ഒരു PS5 Proയിൽ വരാൻ പോകുന്നതാണ് ഇപ്പോഴത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരുന്നത്. CPU വലിയ അപ്ഗ്രേഡും കാര്യങ്ങളും ഇല്ലെങ്കിൽ കൂടി തന്നെ GPUവിൽ വലിയൊരു ഇമ്പ്രൂവ്മെൻറ്റും അല്ലെങ്കിൽ നല്ലൊരു അപ്ഗ്രേഡും കാര്യങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ PS5 കറൻറ്റ്ലി ഉള്ളതെന്ന് പറയുന്നത് RDNA 2 എന്ന് പറയുന്ന ആ ഒരു GPU ആണ് വരുന്നത്. അപ്പം ഇതിൻ്റെ നെക്സ്റ്റ് ലെവലുള്ള അല്ലെങ്കിൽ കുറച്ചും കൂടെ അപ്ഗ്രേഡബിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് ഇനി നമ്മുടെ PS5 Proയിൽ വരാൻ പോകുന്നതെന്ന് പറയുന്നത്. അതായത് RDNA 3 ഗ്രാഫിക്സ് ആണ് വരാൻ പോകുന്നത് ഈ ഒരു PS5 Proയിൽ. PS5 ഉണ്ടായിരുന്ന കമ്പ്യൂട്ടർ യൂണിറ്റ് എന്ന് പറയുന്നത് 35 ആയിരുന്നു. 35 യൂണിറ്റ് ആയിരുന്നെങ്കിൽ നമ്മുടെ PS5 Proയിലേക്ക് വരുന്ന സമയത്ത് അത് 60 യൂണിറ്റിലേക്ക് അപ്ഗ്രേഡും കാര്യങ്ങളും വരുന്നുണ്ട്. PS5 നമുക്ക് 2.3 GHz ക്ലോക്ക് സ്പീഡ് ആയിരുന്നെങ്കിൽ നമ്മുടെ ഈ ഒരു PS5 Proയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് 2.8 GHz സ്പീഡും കാര്യങ്ങളായിരിക്കും വരുന്നത്. നമ്മുടെ ഈ ഒരു PS5 Proയിലേക്ക് വരുന്ന സമയത്ത് അതിൻ്റെ മെമ്മറി ബാൻഡ് വിഡ്ത്തും കാര്യങ്ങളും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അതായത് PS5 നമുക്ക് ഏകദേശം 448 GB/s ആയിരുന്നെങ്കിൽ നമ്മുടെ ഈ ഒരു PS5 Proയിലേക്ക് വരുന്ന സമയത്ത് 587 GB/s ആയിരിക്കും ഇതിൻ്റെ സ്പീഡും കാര്യങ്ങളും വരുന്നത്. അപ്പം ഇങ്ങനെ ഒരു അപ്ഗ്രേഡും കാര്യങ്ങളും വരുന്ന സമയത്ത് നല്ലൊരു മാസീവായിട്ടുള്ള ഇമ്പാക്റ്റും കാര്യങ്ങളും നമ്മുടെ ഗ്രാഫിക്സിൽ കാണാൻ കഴിയുന്നതായിരിക്കും. ഈ ഒരു PS5 വെച്ച് നോക്കുന്ന സമയത്ത് ഡബിൾ മടങ്ങ് ഗ്രാഫിക്സിൻ്റെ അപ്ഗ്രേഡും കാര്യങ്ങളും ഈ ഒരു PS5 Proയിൽ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു അപ്ഗ്രേഡും കാര്യങ്ങളും വരുന്ന സമയത്ത് ഇതിൻ്റെ ഗെയിമിംഗ് ബെനിഫിറ്റ്സും കാര്യങ്ങളും നോക്കുന്ന സമയത്ത് നമ്മുടെ PS5 നമുക്ക് 2 മോഡും കാര്യങ്ങളും വരുന്നുണ്ടായിരുന്നു. അതായത് നമ്മുടെ AAA ടൈറ്റിൽ വരുന്ന ഗെയിംസും കാര്യങ്ങളും കളിക്കുന്ന സമയത്ത് നമുക്ക് 2 മോഡും കാര്യങ്ങളും നമുക്ക് അതിൽ യൂസ് ചെയ്യാൻ പറ്റും. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ ക്വാളിറ്റി മോഡും അതുപോലെ തന്നെ രണ്ടാമത്തെ പെർഫോമൻസ് മോഡ് എന്ന് പറയുന്ന 2 ഓപ്ഷൻസും കാര്യങ്ങളുണ്ട്. ഈ ഒരു ക്വാളിറ്റി മോഡ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഇതിനകത്ത് നേറ്റീവ് 4Kയും അതുപോലെ തന്നെ റേ ട്രേസിങ്ങും പിന്നെ നമുക്ക് ലിമിറ്റഡ് ആയുള്ള ഫ്രെയിം റേറ്റിംഗ് അതായത് 30 FPS നിങ്ങൾക്ക് ഈ ഒരു സെറ്റിംഗ്സിൽ കളിക്കാൻ പറ്റുള്ളൂ. ഈ ഒരു പെർഫോമൻസ് മോഡ് കാര്യങ്ങളെന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഡൈനാമിക് ആയുള്ള റെസൊല്യൂഷൻ കാര്യങ്ങളാണ് വരുന്നത്. അതായത് ലോ ആയുള്ള റെസൊല്യൂഷൻ ആയിരിക്കും വരുന്നത്. പിന്നെ റേ ട്രേസിങ് കാര്യങ്ങളും ഉണ്ടാവില്ല. പക്ഷേ നമുക്ക് ഇതിൽ നമുക്ക് അപ് ടു 60 FPS വരെ മാക്സിമം അല്ലെങ്കിൽ മിനിമം ആ ഒരു FPS കാര്യങ്ങളും കിട്ടുന്നുണ്ടായിരുന്നു. ഈ ഒരു 5 Pro വരുന്ന സമയത്ത് ഇങ്ങനെ ഒരു മോഡോ കാര്യങ്ങളോ ഉണ്ടാവില്ല. മറിച്ച് നമുക്ക് നേറ്റീവ് 4Kയും അതുപോലെ റേ ട്രേസിങ്ങും പിന്നെ 60 FPS മാക്സിമം നമുക്ക് ആ ഒരു FPS കാര്യങ്ങളും കിട്ടുന്നതായിരിക്കും. അപ്പം അത് നല്ലൊരു ബെനിഫിറ്റ്സ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പോൾ സോണി അവരുടെ പുതിയ റേ ട്രേസിംഗ് എഞ്ചിന് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു. പഴയ ഒരു എഞ്ചിൻ ആയിരിക്കില്ല, പുതിയ അപ്ഗ്രേഡഡ് ആയിട്ടുള്ള ആ ഒരു എഞ്ചിനും കാര്യങ്ങളായിരിക്കും ഇതിൽ വരുന്നത്. അപ്പോൾ കുറച്ചുകൂടെ ഇമ്പ്രൂവ്മെൻറ്റും കാര്യങ്ങളും നമുക്ക് റേ ട്രേസിലും കിട്ടുന്നതായിരിക്കും. ഞാൻ ഈ ഒരു ലോഞ്ച് ഡേറ്റും കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു 2024 ആയിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ പകുതിയൊക്കെ ആകുമ്പോഴായിരിക്കും വരുന്നത്. അതായത് തീരുന്ന ആ ടൈം പീരീഡിലായിരിക്കും വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ലോഞ്ച് കൊണ്ടുവരാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈക്രോസോഫ്റ്റിൻ്റെ സൈഡിൽ നിന്ന് അവരുടെ ആ ഒരു കൺസോളും കാര്യങ്ങളും ലോഞ്ച് ചെയ്യുന്നില്ല. അപ്പോൾ ആ ടൈമിൽ നല്ലൊരു ഒരു മാർക്കറ്റിംഗ് കാര്യങ്ങൾ ഈ ഒരു PS5 Proന് കിട്ടുന്നുണ്ട്. അതുമാത്രമല്ല നമ്മുടെ 2025 നമ്മുടെ GTA 6 കാര്യങ്ങളും വരുന്നത്. ആ ടൈമിൽ നല്ലൊരു എന്താ പറയുക ഇവർക്ക് നല്ലൊരു മാർക്കറ്റിങ്ങിന് വേണ്ടിയുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് ഈ ഒരു ടൈം പീരീഡിൽ കിട്ടുന്നുണ്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ ഡിസൈൻ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ചെറിയ മാറ്റങ്ങളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വന്നിരിക്കുന്നത്. കുറച്ചും കൂടെ ലാർജ് ആയിട്ടുള്ള ഒരു മോഡലായിരിക്കും ഈ ഒരു മോഡൽ എന്ന് പറയുന്നത്. PS5 വെച്ച് പോകുന്ന സമയത്ത് കുറച്ചുകൂടെ ഒരു ബിഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ടോളർ ആയിട്ടുള്ള ഒരു മോഡലായിരിക്കും ഈ ഒരു മോഡൽ എന്ന് പറയുന്നത്. സെയിം ഡിസൈൻ പാറ്റേൺ ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. വലിയ ചേഞ്ചസും കാര്യങ്ങളും കൊണ്ടുവന്നില്ല. പക്ഷേ നിങ്ങൾക്ക് ആ ഒരു പാനലും കാര്യങ്ങളും ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ കാര്യങ്ങൾ വരുന്നുണ്ട്. നിങ്ങൾക്ക് പല രീതിയിലുള്ള കസ്റ്റമായുള്ള അല്ലെങ്കിൽ സോണി തന്നെ അവരുടെ കസ്റ്റമായുള്ള പാനലും കാര്യങ്ങളും 2 സൈഡിലും വെക്കാൻ പാകത്തിന് അവരും ആ ഒരു ടൈമിൽ ലോഞ്ച് ചെയ്യുമെന്നുള്ളതാണ് ഇങ്ങനെ പറയുന്നത്.
അപ്പം അങ്ങനെ ഒരു ഓപ്ഷൻ കാര്യങ്ങൾ വരുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു മോഡലിൽ ഡിസ്ക് വേർഷൻ വേണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക് ഇട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു മോഡൽ വേണോ, അല്ലെങ്കിൽ ആ ഒരു നോർമൽ ഡിസ്ക് ഇല്ലാത്ത ആ ഒരു മോഡൽ വേണോ എന്ന് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ കാര്യങ്ങളും ഈ ഒരു ഡിസൈൻ പാറ്റേണിൽ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ പ്രൈസും കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം, അതായത് ഞാൻ US ഡോളറാണ് പറയുന്നത്, അതായത് ഓൾമോസ്റ്റ് നമ്മുടെ $699 കാര്യങ്ങളായിരിക്കും ഈ ഒരു മോഡൽ വരാൻ പോകുന്നത്. അപ്പോൾ ഇതായിരിക്കും, അല്ലെങ്കിൽ കുറച്ചും കൂടെ അതിൻ്റെ പ്രൈസ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഇങ്ങനെ ആയിരിക്കും ഈ ഒരു മോഡൽ ലോഞ്ച് ചെയ്യുന്നതെന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇതൊക്കെയാണ് ഇതിൻ്റെ ഇപ്പോഴത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളും നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. അതുപോലെ നിങ്ങളൊരു PS5 യൂസർ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ആയിട്ട് അറിയിക്കുക. എങ്ങനെയാണ് നിങ്ങളുടെ എക്സ്പീരിയൻസും തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ആയിട്ട് അറിയിക്കുക. നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യുമോ എന്നുള്ളത് കമൻറ്റ് ആയിട്ട് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുന്ന വീഡിയോ ലൈക്ക് ചെയ്യാം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്താം, ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിന് വേണ്ടി. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.